Hi everybody, good evening and welcome to Ripple Tea Evening Hour powered by Loni Sarah Herbals, co-sponsored by Goodwin Jewelers and Lalitha Jewelry and Kalashalingam University. ഇന്ന് തിങ്കളാഴ്ചയാണ് ഈവനിങ് അവറിൽ ഇന്ന് മെമ്മറി മന്ത്രയാണ് അറിയാം എല്ലാവരും കാത്തിരിക്കുകയാണ് ഇന്ന് ഏത് വിഷയമാണെന്ന് അറിയാൻ കുട്ടികളുടെ പഠനത്തെക്കുറിച്ചുള്ള കാര്യം തന്നെയാണ് നമ്മൾ മെമ്മറി മന്ത്രയിൽ കഴിഞ്ഞ ആഴ്ചകൾ ബുദ്ധിശക്തിയെക്കുറിച്ചും ഓർമ്മശക്തിയെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് പഠനം എങ്ങനെ എളുപ്പമാക്കാം അല്ലെങ്കിൽ എങ്ങനെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാം ഇങ്ങനെ തുടങ്ങി പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുവാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ലതാ ദാസ് ആണ്. മാഡം കവടിയാറിൽ സക്സസ് പോയിന്റ് എന്നൊരു സ്ഥാപനം നടത്തുകയാണ്. മൈൻഡ് കൺട്രോൾ ആൻഡ് NLP ട്രെയിനറാണ്. സ്വാഗതം ചെയ്യാം മാഡം. സ്വാഗതം. ഈവനിങ് അവറിലേക്ക് സ്വാഗതം. ഡോക്ടർ, നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും അങ്ങനെയുള്ള ബ്രെയിൻ എക്സസൈസസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ അപ്പോഴും ഒരുപാട് പേരുടെ സംശയം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അറ്റൻഷൻ എങ്ങനെ വർദ്ധിപ്പിക്കാം, ഇവർക്ക് പഠിക്കാൻ എങ്ങനെ ഇവർക്ക് പഠനം എളുപ്പമാക്കാം? അതെ, ഇന്നിപ്പോൾ ഒരുപാട് പേരൻസ് എൻ്റെ അടുത്ത് വരാറുണ്ട് കുട്ടികളെയും കൊണ്ട്. അതിൽ ഒരു 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ 10ാം ക്ലാസ്, ഈവൻ എഞ്ചിനീയറിംഗ് മെഡിസിൻ വരെയുള്ള കുട്ടികൾ വരാറുണ്ട്. അതായത് അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടാണോ? അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കോൺസെൻട്രേഷൻ എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് നിർത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെക്കാനുള്ള ഒരു കഴിവാണ്. അപ്പോൾ ആ ഫോക്കസ് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ഒരു കാര്യത്തിൽ വെച്ചാൽ മാത്രമേ നമ്മൾ ആ പഠിക്കുന്ന കാര്യം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും മെമ്മറിയിലേക്ക് അത് സെൻഡ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഈ മിക്കവാറും കുട്ടികൾ പുസ്തകം എടുത്ത് വെച്ച് കുറേ നേരം വായിക്കും. പക്ഷേ അതിനനുസരിച്ച് ചില പേരൻസ് പറയും എൻ്റെ മോൻ 3 മണിക്കൂർ പഠിച്ചു, 4 മണിക്കൂർ പഠിച്ചു, പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഒന്നും കാണുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടി പഠിക്കുന്ന സമയത്ത് അവൻ ആ ഫോക്കസ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫോക്കസ് അല്ലെങ്കിൽ അഥവാ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഒരു ഹാബിറ്റായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. നാച്ചുറലി നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ എപ്പോഴും പല കാര്യങ്ങളിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉള്ള ഒരു മനസ്സാണ്. ഒരു മങ്കി മൈൻഡ് എന്നാണ് നമ്മുടെ മനസ്സിനെ തന്നെ പറയുന്നത്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിപ്പോകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരാളിനോട് ഒരു വാച്ചിൽ തന്നെ ഒരു 30 സെക്കൻഡ് ഒന്ന് നോക്കി അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞാൽ ആ 30 സെക്കൻഡിനുള്ളിൽ നമ്മുടെ മനസ്സിൽ കൂടെ ഒരു 30 ചിന്തയിൽ കൂടുതൽ പോകും. ആ 30 സെക്കൻഡ് നമുക്ക് വേറെ ഒന്നും ചിന്തിക്കാതെ വാച്ചിലേക്ക് മാത്രം നോക്കിയിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ് നമ്മുടെ മനസ്സ്. പക്ഷേ ഈ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ഒരു മെൻ്റൽ മസിൽ എന്ന് പറയാം. അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാനുള്ള പരിശീലനം വേണം. ആ പരിശീലനത്തിൽ കൂടെ മാത്രമേ പറ്റത്തുള്ളൂ. അല്ല നാച്ചുറലി നമുക്ക് അത്ര ഫോക്കസ് ഒന്നും കാണത്തില്ല. അപ്പോൾ ഈ പരിശീലനമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. എങ്ങനെ പരിശീലിപ്പിക്കാം? അതിന് ചില ടെക്നിക്കുകളുണ്ട്. അത് പഠിച്ചിട്ട് അതുപോലെ കുറേ ദിവസം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അവരുടെ ഫോക്കസ് അതിനകത്ത് നിർത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ നാച്ചുറലി നമ്മുടെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഒരു 18 മിനിറ്റ്സ് ആണ്. അതിൻ്റെ അപ്പുറം ഒന്നും അറ്റൻഷൻ സ്പാൻ ഇല്ല. പക്ഷേ ആൾക്കാരുടെ വിചാരം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒറ്റ ഇരുന്ന് പഠിക്കണം ഒരേപോലെ. പക്ഷെ അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. ഒരു 20 മിനിറ്റ് എങ്കിലും കഴിയുമ്പോൾ ഒന്ന് എണീറ്റ് ഇച്ചിരി വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ തിരിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് തിരിച്ച് വന്നിരുന്ന് പഠിച്ചാലേ കുറച്ചുകൂടെ നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കോൺസെൻട്രേഷനിൽ തന്നെ. ഡോക്ടർ, ഇപ്പൊ ഈ കുട്ടികളെ എപ്പോഴും അച്ഛനമ്മമാരുടെ ഒരേ ഒരു പരാതി എന്ന് പറയുന്നത് അവൻ പഠിക്കുന്നില്ല, അല്ലെ അവന് ശ്രദ്ധയില്ല, എത്ര നേരം പഠിച്ചു കഴിഞ്ഞാലും ഈ പറഞ്ഞ മാതിരി മാർക്ക് കുറയുന്നു. അപ്പൊ ഇതിനെന്തെങ്കിലും കാരണങ്ങളുണ്ട്? എന്തുകൊണ്ട് കുട്ടിക്ക് ഒന്നാമത് താല്പര്യമില്ല. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ നമുക്ക് എപ്പോഴും കോൺസെൻട്രേഷൻ കാണും. ഇപ്പൊ നമുക്കൊരു കഥ വായിച്ചാൽ കോൺസെൻട്രേഷൻ കാണും, ഒരു സിനിമ കണ്ടാൽ കോൺസെൻട്രേഷൻ കാണും, ഒരു സീരിയൽ കണ്ടാൽ കോൺസെൻട്രേഷൻ കാണും. ബിക്കോസ് അതിനകത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ഈ പഠിക്കുന്ന വിഷയത്തിൽ അതുപോലൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ആ കോൺസെൻട്രേഷൻ കിട്ടാത്തത്. അപ്പോൾ എങ്ങനെ അവർക്ക് ആ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാം, എന്തിനു വേണ്ടിയാണ് അവർ പഠിക്കുന്നത്, അതവരറിയണം. അപ്പോൾ ആ പഠനം രസകരമാക്കി തീർക്കുന്നതിലാണ് അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാൻ പറ്റുന്നത്. അപ്പം പഠനത്തിനകത്ത് അവർക്ക് താല്പര്യം ഇല്ലാതെ വരുമ്പോൾ അവർക്ക് ഒട്ടും ഇതൊരു ജോലിയാണ്, ഇതെന്തോ ഒരു ടാസ്ക്കാണ്, എന്നെ കൂടെ നിർബന്ധിച്ച് ചെയ്യിക്കുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുമ്പോൾ അവർക്ക് പഠിക്കാൻ താല്പര്യമില്ല. പക്ഷെ അത് രസകരമാണ്. മോനെ, ഇത് പഠിക്കുന്നത് കൊണ്ട് നിനക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്, അതെല്ലാം കുട്ടിക്ക് ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം. ഡോക്ടർ, ഇത് പറയുമ്പോൾ തന്നെ പല അച്ഛനമ്മമാരും കുട്ടികളും എസ്പെഷ്യലി കുട്ടികൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിചാരിക്കും പഠിക്കുന്ന കാര്യം വളരെ വിരസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇതെങ്ങനെ ഇത് രസകരമാണ്? ശരിക്കും നമ്മുടെ ജീവിതവുമായിട്ട് അതിനെ കണക്ട് ചെയ്യണം. ഇപ്പം നമ്മൾ ഒരു മാത്സ് പഠിച്ചാലും സയൻസ് പഠിച്ചാലും അത് നമ്മൾ ജീവിതത്തിൽ
സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ പഠിക്കുന്നത്. പക്ഷേ അത് നമ്മൾ അതിൻ്റെ തിയറി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പഠിക്കുമ്പോഴോ നമ്മളത് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള രീതിയിൽ നമ്മൾ ഓരോ കഥകളോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള ജീവിതവുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ കുട്ടിക്ക് അത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതൊരു ജോലിയായിട്ട് അവർക്ക് തോന്നത്തില്ല. അതെന്ന് വെച്ചാൽ ഇത് പഠിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം, ഇപ്പം ചെയ്യാം, പിന്നീട് ഭാവിയിൽ ചെയ്യാം, ഇതെല്ലാം അവർക്ക് അറിയുമ്പോൾ ഇതെല്ലാം എനിക്ക് അറിയാനുള്ള കാര്യങ്ങളാണെന്നുള്ളൊരു ബോധം അവർക്കുണ്ടാവും. മറ്റേത് ഇത് എന്തോ ഒരു ജോലിയാണ്, ഇത് പരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ വേണ്ടിയാണ്, അങ്ങനത്തെ ഒരു ചിന്തയാണ് അവർക്ക്. അപ്പം അവരെ ശരിക്കും ചെറുതിലേ തൊട്ട് നമ്മൾ ഈ പഠനം തുടങ്ങുന്ന ഈ 1ാം ക്ലാസ് തുടങ്ങിയേ നമ്മൾ ആ കുട്ടിയെ പഠനം എന്ന് പറഞ്ഞാൽ അതൊരു രസകരമായ സംഭവമാണെന്നുള്ള വിധത്തിൽ വേണം കൊണ്ടുവരാനായിട്ട്. അല്ലാതെ ഹോംവർക്ക് ചെയ്തോ അത് ഇടി പിന്നെ പിള്ളേരും ഇങ്ങോട്ട് വരുന്നുണ്ട് തന്നെ അടുത്ത ട്യൂഷന് വിടുന്നു ഇങ്ങനെ പറയുമ്പോഴത്തെ കുട്ടികൾ ഇതങ്ങൊരു വിരസമായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നതാണ്. പക്ഷെ അതിന് പേരൻസിൻ്റെ റോളും ടീച്ചേഴ്സിൻ്റെ റോളും ഒക്കെ ഒരുപാടുണ്ട്. അതിപ്പം ഡോക്ടർ, അപ്പൊ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അച്ഛനമ്മമാര് ചോദിക്കും, ഇത്രയും ഉന്തിയും തള്ളിയും ട്യൂഷന് വിട്ടാൽ പോലും ഇതൊന്നും പഠിക്കുന്നില്ല, അപ്പൊ ഞങ്ങൾ സ്ട്രെസ്സും അല്ലെങ്കിൽ പ്രഷർ കൊടുക്കാതിരുന്നാൽ ഇവര് പിന്നെ എങ്ങനെ പഠിക്കും? പ്രഷർ അല്ല അവർക്ക് കൊടുക്കേണ്ടത്, അവരെ ശരിക്കും നമ്മൾ അതിനകത്തോട്ട് കൊണ്ടുവരണം. അതിനകത്തോട്ട് അത് ഒരു നല്ലൊരു റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനാണ് അവരെ നമ്മൾ പ്രേരിപ്പിക്കേണ്ടത്. അല്ലാതെ ഇതൊരു ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ട ഒരു കാര്യമല്ല, റിലാക്സ്ഡ് ആണ്. അപ്പോൾ ഏറ്റവും പഠനത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം അവരുടെ റിലാക്സ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഒരു കുട്ടി പഠിക്കുന്നതിന് മുമ്പ് തന്നെ അവനൊരു നല്ല മാനസികാവസ്ഥയിൽ ഇരുന്നിട്ട് വേണം ഒരു പുസ്തകം തുറക്കാൻ തന്നെ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ കുട്ടിയെ വഴക്ക് പറഞ്ഞു അടിച്ച് പുസ്തകത്തിൻ്റെ മുമ്പിലോട്ട് ഇരുത്തുമ്പോഴത്തേക്കും ആ ഒരു ഫീലിംഗ് ആണ് അവൻ ആ ബുക്കുമായിട്ട് ആങ്കർ ചെയ്യുന്നത്. ആ ഫീലിംഗ് അവിടെ കണക്ട് ചെയ്യും. പിന്നെ എപ്പോൾ ഈ ബുക്ക് തുറന്നാലും ഈ സെയിം ഫീലിംഗ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ട്രിഗർ ചെയ്യും. അതുകൊണ്ട് അവൻ ആ വിഷയത്തിനെ അങ്ങ് വെറുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ. അതുകൊണ്ട് ഏറ്റവും ആദ്യം പഠിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയെ നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് നല്ലൊരു മൂഡിൽ വേണം പഠിക്കാനിരിക്കാൻ. ഒരു പോസിറ്റീവ് ഒരു മൈൻഡോട് കൂടി തന്നെ. ഡോക്ടർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതിന് ശേഷം തിരിച്ചു വരാം. ഹലോ ഹലോ ഹലോ, വെൽക്കം ടു റിപ്പിൾ ടി ഈവനിംഗ് അവർ പവർഡ് ബൈ ലോണിസെറ ഹെർബൽസ്. ആരാണ്? ഹലോ, സംസാരിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്, സംസാരിച്ചോളൂ, തുടർന്ന് പറഞ്ഞോളൂ. ഇതാരാണ് സംസാരിക്കുന്നത്? മൻസൂറ, എവിടുന്ന് വിളിക്കുന്നു? കൊടുവള്ളിയിൽ നിന്ന്, കോഴിക്കോട് കൊടുവള്ളിയിൽ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ, ചോദിച്ചോളൂ. പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നത് എന്തുകൊണ്ടാ? പഠിച്ച കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് അത് മെമ്മറിയിലോട്ടായത്? ശരിക്കും നമുക്ക് അതിനകത്തുള്ള പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകുന്നത് എന്തുകൊണ്ടാ? മറന്നു പോകുന്നത് നമ്മളത് ശരിയായിട്ടും ഉൾക്കൊണ്ട് മനസ്സിലാക്കി പഠിക്കാത്തതുകൊണ്ടാണ് അത് മറന്നു പോകുന്നത്. അത് നമ്മൾ അത് ഉപയോഗിക്കുന്ന രീതി, അത് നമുക്ക് അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് എന്ത് മനസ്സിലായി, അത് നമ്മുടെ അറിവാക്കി മാറ്റാത്തത് കൊണ്ടാണ് അത് മറന്നു പോകുന്നത്. അല്ലാതെ നമ്മളിത് കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മറന്നു പോകും. കാണാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഹലോ ഡോക്ടർ പറഞ്ഞോളൂ. അപ്പൊ അത് കാണാതെ പഠിക്കുകയാണ് ചെയ്യുന്നത്. കാണാതെ വെറുതെ ഇങ്ങനെ മഗപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ബുക്കി നോക്കി. അങ്ങനെയാണ് പഠിക്കുന്നത്. ഡോക്ടർ, കോൾ കട്ടായെന്ന് തോന്നുന്നു, പറഞ്ഞോളൂ. അപ്പം ശരിക്കും പഠിക്കുന്ന രീതി അറിയാൻ വയ്യ, കുട്ടിക്ക് പഠിക്കുന്ന രീതി അറിയാൻ വയ്യ. പഠിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു കാര്യത്തിനെ നമുക്കെല്ലാവർക്കും ഒരു ലേണിംഗ് സ്റ്റൈലുണ്ട്. അതായത് നമ്മുടെ പ്രിഫേർഡ് സെൻസ് ഉണ്ട്. അത് ഓരോരുത്തർ ചിലർ വിഷ്വൽ സെൻസ് കൂടുതൽ ഉപയോഗിക്കുന്നവരായിരിക്കും. ഓഡിറ്ററി സെൻസ്, അതായത് കാഴ്ച, കേൾവി, ഫീലിങ്സ്, ഇതൊക്കെ ഫിസിക്കൽ സെൻസ്, ഇതൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പം ഇതിലേതാണ് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള മനസ്സിലാക്കിയതിന് ശേഷം അതനുസരിച്ചിട്ട് പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ അവർക്ക് പഠിക്കാൻ പറ്റും. പിന്നെ എല്ലാ സെൻസസും ഉപയോഗിച്ചും അവർ പഠിക്കാൻ അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കണം. അതായത് ഇപ്പം വായിച്ച് പഠിക്കും. ചില കുട്ടികൾക്ക് സ്വന്തമായിട്ട് വായിച്ച് പഠിക്കുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. ചില കുട്ടികൾക്ക് ആരെങ്കിലും വായിച്ചു കൊടുത്താൽ അവർക്ക് കൂടുതൽ മനസ്സിലാവും, വേറെ ആരും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മനസ്സിലാവും. ചിലർക്ക് പഠിച്ച കാര്യം ഒന്ന് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ എഴുതി നോക്കണം, എന്നാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെ പല പല രീതികളുണ്ട്. അപ്പം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ സെൻസ് ഏതാണ്, പ്രിഫേർഡ് സെൻസ് എന്നൊക്കെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവരെ അതിൽ കുറച്ചുകൂടെ പഠിക്കാൻ എൻകറേജ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. പിന്നെ അതുപോലെ ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, അതിപ്പം നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് ഒരു ബുക്ക് എടുക്കുന്നതിന് മുമ്പ് അത് എങ്ങനെ വായിക്കണം, അതിനൊക്കെ രീതിയുണ്ട്. അതായത് ഒരു പുസ്തകം എടുത്താൽ അതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ എന്താണെന്ന് അവരറിഞ്ഞിട്ട് അതിനകത്ത് എന്താണ് പറയുന്നതെന്ന് അവർക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടായിട്ട്
പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ അറിയാൻ വേണ്ടി ഒരു കാര്യം വായിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർക്ക് തോന്നും. ഓക്കെ, സാധാരണ പഠിച്ചു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പഠിച്ച് ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാലേ ഇതിന്റെ ആൻസർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ വായിക്കുന്നത്. അപ്പൊ നമുക്കത് കുറച്ചുകൂടെ കോൺസെൻട്രേഷൻ കൂട്ടാൻ സഹായിക്കും. എവിടെയാണ് ഫോക്കസ് വേണ്ടത്, എന്താണ് ഇതിനകത്തുള്ളതെന്ന് ഓവറോൾ ഒന്ന് അറിയും. അല്ലാതെ ചുമ്മാ ടീച്ചേഴ്സ് പഠിപ്പിച്ച് കുറെ ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ട് കുട്ടി വീട്ടിൽ വന്നിട്ട് കാണാതെ പഠിക്കും ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവർ മറന്നു പോകും. ഡോക്ടർ, നമുക്കൊരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു ട്രിപ്പിൾ ടി ഈവനിംഗ് അവർ പവർഡ് ബൈ ലോണി സെറ ഹെർബൽസ്. ആരാണ്? ഞാൻ പ്രവീണാണ്. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്നത്. ഡോക്ടറോട് സംസാരിച്ചോളൂ, പറഞ്ഞോളൂ. ഓക്കെ, എനിക്ക് 2 ആൺകുട്ടികളാണ്. ഒരാള് CBSE 10th കഴിഞ്ഞു, ഒരാള് CBSE 12th കഴിഞ്ഞു. ഹലോ, പറഞ്ഞോളൂ സാർ, തുടർന്ന് പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. എനിക്ക് ഡോക്ടറുടെ ഇത് കണ്ടപ്പോൾ, ഡെസിഗ്നേഷൻ കണ്ടപ്പോൾ എനിക്ക് NLP ട്രെയിനിങ്ങും കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അതെ, കുട്ടികൾക്ക് ചെയ്യുന്നുണ്ട്. NLP എങ്ങനെ പഠിത്തത്തിന് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് മൈൻഡ് എങ്ങനെയൊക്കെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാം, നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട് നമുക്ക് റീപ്രോഗ്രാം ചെയ്യാനുള്ള രീതികളുണ്ട്. മൈൻഡ് സെറ്റ് മാറ്റാനുള്ള രീതികളുണ്ട്. ഹലോ, അവരുടെ മോട്ടിവേഷൻ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. എത്ര ദിവസത്തെ കോഴ്സാണ്? 2 ദിവസമാണ്. 2 ദിവസം കണ്ടിന്യൂസ്, രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെയാണ് ആ കോഴ്സ്, 2 ദിവസം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഡോക്ടർ, നമുക്കിനി ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. ട്രിപ്പിൾ ടി ഈവനിംഗ് അവർ പവർഡ് ബൈ ലോണി സെറ ഹെർബൽസ്. ഈവനിംഗ് അവറിൽ ഇനി ഒരു ചെറിയ ബ്രേക്കാണ്.